ശ്യാമരാജ്, ഈ സോണിയാഗാന്ധിയുടെ ഏത് ബന്ധുവിനാണ് ഈ പുരാവസ്തു വകുപ്പുള്ളതെന്ന് കെ സുരേന്ദ്രൻ അറിയാവോ? അവിടെ തന്നെയാണ് ഈ സ്വർണം കൊണ്ട് വിറ്റത് എന്ന് സുരേന്ദ്രൻ ചുമ്മാ അടിച്ചതാണോ അതോ ഏതെങ്കിലും ആധികാരികമായി പറയുന്നതാണോ ശ്യാമരാജ്? ഹാഷ്മി ഇപ്പൊ കിടന്നിട്ട് അന്വേഷണം നടത്തിക്കോട്ടെ എന്നൊക്കെ വലിയ ഡയലോഗ് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് പറയും. അന്വേഷണം നടത്തുമ്പോൾ അയ്യോ വേട്ടയാടുന്നതെന്ന് പറഞ്ഞ് കിടന്ന് കരയുകയും ചെയ്യും. കൃത്യമായിട്ട് വളരെ ഉത്തരവാദിത്തത്തോട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, അടൂർ പ്രകാശാണോ പോറ്റിയാണോ കോൺഗ്രസിന്റെ നേതാവ്? ഇവിടെ അടൂർ പ്രകാശിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്? പോറ്റി പറയുന്നു സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എനിക്ക് കിട്ടി, അതുകൊണ്ട് എൻ്റെ കൂടെ വരാമോ എന്ന് MP ആയിട്ടുള്ള അടൂർ പ്രകാശിനോട് ചോദിക്കുന്നു. അങ്ങനെ അടൂർ പ്രകാശ് പോറ്റിനെ കാണാൻ വേണ്ടിയിട്ട് പോയിന്ന്. ഏതാണ് അടൂർ പ്രകാശിന് കിട്ടാത്ത, കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവല്ലാത്ത അടൂർ പ്രകാശിന് കിട്ടാത്ത അപ്പോയിന്റ്മെന്റ് സോണിയാഗാന്ധിയുടെ ആർക്ക് കിട്ടി? പോറ്റിക്ക് കിട്ടി എന്നാണ് പറയുന്നത്. ഏത് ആ സമയത്ത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്ന സോണിയാഗാന്ധിക്ക്. സോണിയാഗാന്ധിയുടെ സഹോദരിക്കും അമ്മയ്ക്കും ഇറ്റലിയിലെ ഗണപതി എന്ന് പറയുന്ന പേരിലുള്ള ആന്റിക് ഷോപ്പ്, പുരാവസ്തു ഷോപ്പ്, വിഗ്രഹങ്ങളടക്കമുള്ള ഷോപ്പ് ഉണ്ടെന്നേ. അത് ആദ്യമായിട്ട് ആ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ച ശ്രീ സുബ്രഹ്മണ്യൻ സ്വാമി ആയിരുന്നു. സുബ്രഹ്മണ്യൻ സ്വാമി ആരോപണം ഉന്നയിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്ത സമയത്ത് എന്താണ് UPA സർക്കാർ? അത് ഗൂഗിളിൽ തപ്പിയ വിവരമാണെങ്കിൽ ഞാനും തപ്പി. അപ്പൊ ഗൂഗിളിൽ തന്നെ പറയുന്നുണ്ട് CBI അന്വേഷിച്ചു. ശ്യാമരാജ്, അത് ഗൂഗിളിൽ തപ്പി പറയുന്നതാണെങ്കിൽ ഞാനും അത് തന്നെ തപ്പിക്കൊണ്ടിരിക്കുക. അതിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് CBI അന്വേഷിച്ചതാണെന്നും ഈ പറഞ്ഞ സഹോദരിയെ പറ്റിയും ഒരു ബന്ധവും ഒന്നും കിട്ടിയില്ലെന്ന് ആ ഗൂഗിളിൽ തന്നെ പറയുന്നുണ്ട്. ഗൂഗിളിൽ തപ്പുന്നതിന്റെ പ്രശ്നം CBI കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഇന്റർപോളോട് ഇടപെടാൻ വേണ്ടി പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.